അവിടെ നിന്നാണ് നമുക്കൊട്ടും പ്രതീക്ഷിക്കാതെ അവിടുത്തെ പോലീസ് നമ്മളെ വാഹനം കൈയാട്ടി നിർത്തുന്നത്. ഒരു വലിയൊരു തുകയാണ് നമുക്ക് ഫൈനായിട്ട് ഈടാക്കിയത്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഫ്യൂൽ ഇൻഡിക്കേഷൻ പെട്ടെന്ന് വന്നു. ഞാൻ നോക്കുന്ന സമയത്ത് 35 കിലോമീറ്റർ മാത്രമേ നമുക്ക് റേഞ്ച് കാണിക്കുന്നുള്ളൂ. പോയ സമയത്ത് നമ്മൾ ഈ റെസ്റ്റ് ഏരിയൻ്റെ ലെഫ്റ്റിലേക്ക് നമ്മൾ വാഹനം എടുത്ത സമയത്ത് ആണ് നമ്മൾ അബദ്ധം മനസ്സിലായത്. കാരണം ഇത് പുതിയ എക്സ്പ്രസ് ഹൈവേ ആയതുകൊണ്ട് അവിടെ ഒരു സൈൻ ബോർഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. നമ്മൾ അടിച്ച ഫ്യൂലിനെക്കാട്ടിയും 100 രൂപ അധികം അവിടുത്തെ ഫ്യൂൽ ബോയ് ചോദിച്ചു. ഞാൻ അവരായിട്ട് കുറച്ച് തർക്കിക്കൊക്കെ വന്നു. പക്ഷെ അവൻ അത് ഈ ക്യാഷ് വേണമെന്ന് തന്നെ നിർബന്ധം പറഞ്ഞു. അപ്പോൾ ഞാൻ റോങ് ആവുന്നൊരു സാഹചര്യം വന്ന സമയത്ത് ആഷിഖ് എന്നെ പിടിച്ചു മാറ്റി. ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഷമീം. ഞാൻ മലപ്പുറം ജില്ലയിൽ കൽപ്പകഞ്ചേരി സ്വദേശിയാണ്. 2025 ഹിമാചൽ പ്രദേശിലെ സ്പിത്തി വാലിയിലേക്ക് ഒരു വിൻ്റർ എക്സ്പെഡിഷൻ നടത്തി. 84 വാഹനങ്ങളിലായിട്ട് 193 ആളുകൾ ഒരുമിച്ചുള്ളൊരു യാത്രയായിരുന്നു. ആ യാത്രയുടെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഹിമാചലിൽ കാണുക, ഹിമാചലിൻ്റെ മഞ്ഞിലൂടെ വാഹനം ഓടിക്കുക, ഇതൊക്കെ ഏതൊരു വാഹനപ്രേമിയുടെയും സ്വപ്നം തന്നെയാണ്. അങ്ങനെ ഒരു അവസരം എനിക്ക് വന്നു. സാം കുര്യൻ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ സുഹൃത്ത് വഴിയാണ് എനിക്ക് ഒരു അവസരം ലഭിച്ചത്. അദ്ദേഹം 2024 ഈ വിൻ്റർ എക്സ്പെഡിഷന് പങ്കെടുത്ത വ്യക്തിയാണ്. 2024 പോയ ഇതേ ടീം 2025 ഈ ഒരു എക്സ്പെഡിഷന് കണ്ടക്ട് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം ഈ യാത്രയുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞോട് കൂടിയിട്ട് ഇതിൻ്റെ ഒരു അപകടം കൂടി, ഈ ഒരു ടെറൈനിൻ്റെ ബുദ്ധിമുട്ടും കൂടി എന്നുമായി ഷെയർ ചെയ്തു. കാരണം നമ്മൾ പോകുന്നത് ഹിമാചൽ പ്രദേശിലെ സ്പിത്തി വാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സ്പിത്തി വാലി കാസ എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ -20 മുതൽ -30 വരെ ടെമ്പറേച്ചർ പോകുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ആരോഗ്യകരമായ പ്രശ്നങ്ങളും നമുക്ക് ഒരുപാട് പ്രിപ്പറേഷനും വേണ്ട. ഇതെല്ലാം കേട്ടപ്പോൾ ഒരു അഡ്വഞ്ചർ യാത്ര ഇഷ്ടപ്പെടുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ ഈ യാത്രയ്ക്ക് വേണ്ടി ഞാൻ ബുക്ക് ചെയ്തു. എൻ്റെ അടുത്ത ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ഒരു വാഹനം വേണമെന്നുള്ളതായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു 4x4 വെഹിക്കിൾ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്തു ഒരു വാഹനം വാടക എടുക്കാന്നുള്ളത്. അങ്ങനെ 1-2 വെൻഡേഴ്സുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. ഞാനിങ്ങനെ യാത്ര പോകുന്നുണ്ട്, എനിക്ക് ഒരു 20 ദിവസത്തേക്ക് ഒരു വാഹനം വാടകയ്ക്ക് വേണമെന്നുള്ളത്. പക്ഷെ ഞാൻ പോകുന്നത് ഹിമാചലിലേക്കെന്നോ സ്പിത്തി വാലിയിലേക്കെന്നൊക്കെ പറഞ്ഞ സമയത്ത് ഒരാളൊന്നും എനിക്ക് വാഹനം തരാൻ തയ്യാറായില്ല. എന്തായാലും എനിക്ക് യാത്ര പോയാലും നിർബന്ധമാണ്. ഞാനതിൽ ഉറച്ചു തന്നെ നിന്നു. ഞാൻ പുതുതായിട്ട് ഒരു വാഹനം വാങ്ങിക്കാമെന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഞാൻ പുതുതായിട്ട് ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിച്ച ഒരു റോയൽ എൻഫീൽഡിൻ്റെ ബുള്ളറ്റ്, ഞാൻ ഉപയോഗിച്ചിരുന്ന കാറും, ഞാൻ പുതുതായിട്ടൊരു മാരുതിയുടെ ജിംനി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടു, ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് മാത്രം. അടുത്തതായിട്ട് വേണ്ടത് എനിക്ക് എൻ്റെ കൂടെ ഒരു കോ ഡ്രൈവർ നിർബന്ധമാണ് ഈ യാത്രയിൽ. അങ്ങനെ എൻ്റെ സുഹൃത്ത് ആഷിഖുമായിട്ട് ഞാൻ എൻ്റെ യാത്രയുടെ പ്ലാനിങ് അവനോട് ഷെയർ ചെയ്തു. അവൻ വളരെ എക്സൈറ്റഡ് ആയി. അവൻ ഈ യാത്രയിൽ എൻ്റെ കൂടെ യാത്ര ചെയ്യാമെന്നത് തയ്യാറായി. ഇനി നമുക്കുള്ളത് ഒരു 6 മാസം നമ്മൾ യാത്രയ്ക്ക് വേണ്ടിയിട്ട് സമയമുണ്ട്. ഈ ഒരു 6 മാസം നമുക്ക് വേണ്ട തയ്യാറെടുപ്പുകളാണ്. നമുക്ക് ശാരീരികമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ വേണം, നമ്മൾ മാനസികമായിട്ട് തയ്യാറെടുപ്പുകൾ വേണം, നമ്മളെ വാഹനം ഇതിന് വേണ്ടിയിട്ട് സജ്ജമാക്കണം. അങ്ങനെ ഈ ഒരു 6 മാസം അതിൻ്റെ ഒരു കാലയളവായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് ഹൈ ആൾട്ടിറ്റ്യൂഡ് പോകുമ്പോൾ നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്ന കാര്യം ബ്രീത്തിങ് ആണ്. അങ്ങനെ ബ്രീത്തിങ് വേണ്ട എക്സസൈസും യോഗകളൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്തു. എൻ്റെ ബോഡിയുടെ വെയിറ്റ് ഞാൻ കുറച്ചു. ഇതിനു വേണ്ടിയിട്ട് എൻ്റെ ശരീരവും മനസ്സും ഞാൻ തയ്യാറാക്കിയെടുത്തു. ഈ യാത്രയിൽ എന്നെപ്പോലെ തന്നെ കേരളത്തിൽ നിന്ന് 20ഓളം പേര് 10ഓളം വാഹനങ്ങളിൽ യാത്ര ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. ഈ ആളുകളെല്ലാം നമ്മൾ കോണ്ടാക്ട് ചെയ്തു. ഞങ്ങൾ ഒരു ദിവസം യാത്രയ്ക്ക് മുമ്പ് ഒരു ദിവസം ഞങ്ങളൊരു ഒത്തുചേർന്നു. ഇതിൽ നമ്മൾ യാത്രയെക്കുറിച്ചും യാത്രയുടെ പ്രിപ്പറേഷനെ കുറിച്ചും ഞങ്ങളെല്ലാവരും ഡിസ്കസ് ചെയ്തു. എന്തായാലും നമുക്ക് ഫെബ്രുവരി 15-ാം തീയതി നമുക്ക് ഹിമാചലിലെ കുഫ്രിയിൽ നമ്മളെല്ലാ ആളുകളും എത്തിച്ചേരേണ്ടത് ആ ദിവസമാണ്. അതുകൊണ്ട് ആളുകൾ നമുക്ക് ഇഷ്ടമുള്ള ദിവസങ്ങളിൽ നമുക്ക് യാത്ര പുറപ്പെടാം. ഞങ്ങൾ എന്തായാലും ഫെബ്രുവരി 9-ാം തീയതി യാത്ര പുറപ്പെടാമെന്ന് തീരുമാനിച്ചു. എൻ്റെ കൂടെ ഈ ടീമിലെ 2 വാഹനങ്ങൾ
എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നവർ പറഞ്ഞു. ഒരാൾ വരുന്നത് എറണാകുളത്തു നിന്നായിരുന്നു, ജിജോം അദ്ദേഹത്തിൻ്റെ സുഹൃത്തും, അതുപോലെ ജസീഖ് അദ്ദേഹം കാലിക്കറ്റ് എന്നുള്ളതായിരുന്നു, അദ്ദേഹത്തിൻ്റെ സുഹൃത്തും. ഇങ്ങനെ 3 വാഹനങ്ങളിലായിട്ട് 6 പേരാണ് നമ്മൾ 9-ാം തീയതി യാത്ര പുറപ്പെടാം എന്ന് തീരുമാനിച്ചത്. അങ്ങനെ യാത്രയുടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ മെമ്പറായിട്ടുള്ള കേൾട്ടൺ ഓഫ് റോഡ് ക്ലബ്ബ് അവർ ഈ യാത്രയെ കുറിച്ചിട്ട് നമ്മളോട് ചോദിക്കുകയും അവരുടെ ഓഫീസിൽ വെച്ചിട്ട് നമുക്കൊരു ഫ്ലാഗ് ഓഫ് തരാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ 9-ാം തീയതി രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞൊരുക്കി 10 മണിയോട് കൂടിയിട്ട് ഈ കേൾട്ടൺ ഓഫ് റോഡ് ക്ലബ്ബിൽ എത്തിച്ചേർന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു സമയമായിരുന്നു. കാരണം ഞാനൊരു ഫ്ലാഗ് ഓഫിന് 1-2 പേര് മാത്രം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് യാത്ര പുറപ്പെടാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലായിരുന്നു പോകുന്നത്. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. ആഷിഖിനെ കണ്ണൂരിൽ നിന്ന് വേണം പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ എത്തിയ സമയത്ത് 70ഓളം പേരുകൾ എനിക്ക് ഫ്ലാഗ് ഓഫിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു യാത്രയുടെ തുടക്കത്തിൽ എനിക്ക് വലിയൊരു ആവേശമായിരുന്നു. കാരണം എൻ്റെ ഒരു ആഗ്രഹത്തിന്, എൻ്റെ ഒരു യാത്രത്തിന് ഇത്രയും പേര് എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്നുള്ളത്. അങ്ങനെ ഫ്ലാഗ് ഓഫ് കഴിഞ്ഞു ഞാൻ നേരെ കാലിക്കറ്റിലേക്ക് പോയി. കാലിക്കറ്റിൽ ജസീഖും അതുപോലെ എറണാകുളത്ത് നിന്ന് ജിജോയും വന്നിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ 3 വാഹനങ്ങളും ഒരുമിച്ച് നേരെ കണ്ണൂരിലേക്ക് യാത്ര പുറപ്പെട്ടു. കണ്ണൂരിൽ നമുക്ക് ആഷിഖിനെ പിക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഏകദേശം ഒരു വൈകുന്നേരം സമയമായപ്പോൾ നമ്മൾ കണ്ണൂരെത്തി. കണ്ണൂരിൽ ആഷിഖിൻ്റെ വീട്ടിൽ ആഷിഖിൻ്റെ ഉമ്മയും ഫാമിലിയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ആഷിഖിനെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് മംഗലാപുരത്തേക്കാണ്. ഏകദേശം രാത്രിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഇനിയുള്ള യാത്ര മുന്നോട്ട് വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ മംഗലാപുരത്തിൻ്റെ ഒരു റൂം എടുത്ത് അന്നവിടെ സ്റ്റേ ചെയ്തു. അന്ന് രാത്രി തന്നെ എല്ലാവരും ഒന്ന് ഒത്തുചേർന്നു. അടുത്ത ദിവസങ്ങളിലെ യാത്രകൾ എങ്ങനെയൊക്കെയാണെന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതിൽ നമ്മൾ എടുത്ത ഒരു തീരുമാനം എല്ലാ ദിവസവും നമ്മൾ പുലർച്ചെ 5:30 മണിക്ക് യാത്ര പുറപ്പെടാനും 7 മണിയോട് കൂടിയിട്ട് നമ്മൾ യാത്ര അവസാനിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് യാത്രയിൽ പോകുമ്പോൾ നമുക്ക് റൂമുകൾ മറ്റുള്ള കാര്യങ്ങൾ ബുക്ക് ചെയ്യണം. ഈ ഒരു ഉത്തരവാദിത്വം നമ്മൾ ജസീഖിനെ ഏൽപ്പിച്ചു. ഇതിലുള്ള കോമൺ നമുക്ക് വരുന്ന എക്സ്പെൻസുകൾ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് ജിജോനെ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന് ആ ചിലവിലേക്ക് എല്ലാവരും ഒരു തുക അദ്ദേഹത്തിന് അഡ്വാൻസ് ആയിട്ട് കൊടുത്തു. ഇതിന് മൊത്തം കോർഡിനേഷനും ഞാൻ ഏറ്റെടുത്തു. അങ്ങനെ അത്തരത്തിൽ നമ്മൾ പ്ലാനിങ് ചെയ്ത് ആ ദിവസം നമ്മൾ മംഗലാപുരം കിടന്നുറങ്ങി. അടുത്ത ദിവസം നമ്മൾ പുലർച്ചെ 5:30 മണിക്ക് തന്നെ നമ്മൾ യാത്ര പുറപ്പെട്ടു. നമ്മൾ പൂനെ ലക്ഷ്യമാക്കിയിട്ടാണ് നമ്മളെ യാത്രയുള്ളത്. 700 കിലോമീറ്ററാണ് നമ്മൾ ആ ദിവസം കവർ ചെയ്യാൻ പ്ലാൻ ഇട്ടിരുന്നത്. പക്ഷെ നമുക്ക് വിചാരിച്ച അത്ര രീതിയിൽ നമുക്ക് റോഡുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ട്രാഫിക്കായിരുന്നു. അതുപോലെ തന്നെ ഹൈവേസൊക്കെ വർക്ക് നടക്കുന്നുണ്ടും നമുക്ക് അത്ര വേഗതയിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ യാത്ര മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അതിലുപരി ഏറ്റവും വലിയ ഈ കർണാടക നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത്, മഹാരാഷ്ട്രയിൽ എൻ്റർ ചെയ്യുന്ന സമയത്തും ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട്, ഈ കന്നുകാലികൾ ഈ ഹൈവേകളും റോഡുകളും ക്രോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനായിരുന്നു. അപ്പോൾ 1-2 സ്ഥലത്ത് ഇവർ ഹിറ്റ് ചെയ്യുന്ന രീതിയിലുള്ള അപകടമൊക്കെ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. കൂടുതലുള്ളൊരു വെഹിക്കിൾ ഹിറ്റ് ചെയ്തു. ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഈ യാത്രയിൽ ഉണ്ടായതുകൊണ്ട് ഈ ഒരു ട്രെയിനിൽ നമ്മൾ വളരെ സൂക്ഷിച്ചാണ് യാത്ര ചെയ്തത്. അങ്ങനെ നമുക്ക് പൂനെ നമ്മൾ ലക്ഷ്യമാക്കിയെങ്കിലും നമ്മൾ വളരെ ലേറ്റായിട്ടാണ് പൂനെ നമുക്ക് എത്താൻ സാധിച്ചില്ല. ആ യാത്ര അവസാനിക്കുന്ന കാരാട്, മഹാരാഷ്ട്രയിലെ കാരാട് എന്ന സ്ഥലത്തായിരുന്നു. അവിടെ നമ്മൾ സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് നമ്മൾ റൂം എടുത്തു. അടുത്ത ദിവസം നമ്മൾ മധ്യപ്രദേശിലെ ധൂലയിലേക്കാണ് യാത്ര പ്ലാൻ ചെയ്തത്. കഴിഞ്ഞ ദിവസത്തെ പോലെ ബുദ്ധിമുട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൂനെ സിറ്റി കവർ ചെയ്തിട്ട് വേണം പോകാൻ. പൂനെ സിറ്റി വളരെ ട്രാഫിക്കുള്ള ഒരു സിറ്റി ആയതുകൊണ്ട് തന്നെ നമ്മൾ പുലർച്ചെ പുറപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ തിരക്കുകളൊന്നും ഇല്ലാതെ പൂനെ സിറ്റി കവർ ചെയ്യാൻ പറ്റി. പൂനെയിൽ എനിക്ക് വളരെ ഒരു രസകരമായ ഒരു അനുഭവം ഉണ്ടായി. നമുക്ക് പോണ ഏതെങ്കിലും സ്ഥലങ്ങളിലും എൻ്റെ ഒരു പ്ലാനിങ് ആണ് ആ സ്ഥലത്തൊരു ലോക്കൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ആ സമയത്ത് അദ്ദേഹം ഒരു മെനു ഒക്കെ കൊണ്ടുവന്നു. എനിക്ക് മെനു നോക്കിയിട്ടൊന്നും മനസ്സിലായില്ല. എന്തായാലും ഇവിടുത്തെ ഏതെങ്കിലും ലോക്കൽ ഫുഡാണെന്ന രീതിയിൽ ഞാനൊരു ഫുഡ് സെലക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഇത് എന്ത് ഫുഡാണ്, ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ചോദിച്ചു. ആ സമയത്ത് അവരെ ചുമരിലുള്ള ഒരു ഫ്ലെക്സിൽ കാണിച്ചൊരു പിക്ചർ കാണിച്ചിരുന്നു, ഇതാണ് ആ ഫുഡ് എന്ന്. അതൊരു യെല്ലോയിഷ് റൈസ് പോലെ ഒരു ഫുഡായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഞാനത് ഓർഡർ ചെയ്തു. ആ സമയത്ത് എനിക്ക് ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യണത്, ഇതെന്താണ് എന്നുള്ളത് മനസ്സിലാവുന്ന കൗതുകം കൊണ്ട് അവരോട് ഞാൻ ആ കാര്യം ആവശ്യപ്പെട്ട സമയത്ത് അവരെന്നെ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അവർ അടുക്കളയിലേക്ക് കൊണ്ടുപോയി. നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ കഴിക്കുന്ന അവിൽ കൊണ്ടാണ് ഈ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നത്.
അവല് ഒരു വെള്ളത്തിലിട്ട് അത് പൊറുത്തി അതിലേക്ക് മസാലകളും ധാന്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് അത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് അവിടെ നിന്ന് തന്നെ കാണിച്ചു തന്നു. എനിക്ക് ആ ഭക്ഷണം ഞാൻ കഴിച്ചു. വളരെ രസകരമായിട്ടുള്ള ഒരു പ്രത്യേക ഉള്ള ഭക്ഷണമായിരുന്നു അത്. പുഹ എന്നാണ് ആ ഭക്ഷണത്തിൻ്റെ പേര്. എന്തായാലും അത് വല്ലാത്തൊരു വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. അങ്ങനെ എന്തായാലും ഭക്ഷണം കഴിച്ച് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു മധ്യപ്രദേശിലേക്ക്. അവിടെ നിന്നാണ് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെ അവിടുത്തെ പോലീസ് നമ്മളെ വാഹനം കൈയാട്ടി നിർത്തുന്നത്. നമ്മൾ ഓവർ സ്പീഡാണെന്ന് പറഞ്ഞിട്ടാണ് കൈ കാണിച്ചത്. ആ സമയം നിർത്തിയ സമയത്ത് നമ്മളെ വാഹനങ്ങൾ നിറയെ സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ യാത്ര ചെയ്യുന്ന റൂട്ട് മാപ്പുകളും എല്ലാ കാര്യങ്ങളും കാണിച്ചുകൊണ്ട് വാഹനത്തിൽ മൊത്തം അത്യാവശ്യത്തിനുള്ള സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും അലൗഡ് അല്ല, നിങ്ങൾ ഓവർ സ്പീഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയൊരു തുകയാണ് നമുക്ക് ഫൈനായിട്ട് ഈടാക്കിയത്. അതിൻ്റെ എന്ത് സെക്ഷൻ എന്ത് കാര്യങ്ങളാണെന്നൊന്നും അവർ പറഞ്ഞില്ല. 10,000 രൂപയാണ് അവർ നമ്മളോട് ചോദിച്ചത് ഫൈനായിട്ട് അടക്കാനുള്ളത്. അങ്ങനെ നമ്മളിങ്ങനെ ഒരു യാത്രയാണ്, നമ്മളത് അധികം കാശൊന്നുമില്ല, ഞങ്ങൾക്ക് ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുള്ളതാണ്. അതുകൊണ്ട് അവരോട് ബാർഗെയിൻ ചെയ്തിട്ട് നമ്മൾ എന്തായാലും അവർ 5,000 രൂപ അവർക്ക് കൊടുക്കേണ്ടി വന്നു. അതിനവർ പ്രത്യേകിച്ച് റെസിപ്റ്റ് കാര്യമൊന്നും തന്നില്ല. അങ്ങനെ നമുക്ക് യാത്ര മുന്നോട്ട് പോകുന്നതുകൊണ്ട് ആ കാശ് കൊടുത്തിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണുള്ളത്. എന്തായാലും നമ്മൾ ആ ദിവസം പ്ലാൻ ചെയ്ത പോലെ തന്നെ നമുക്ക് മധ്യപ്രദേശിൽ എത്താൻ പറ്റി. നമ്മൾ ഇത് കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ നല്ല റൂം നമ്മൾ സെലക്ട് ചെയ്തിട്ട് ആ ദിവസം നമ്മൾ മധ്യപ്രദേശിൽ സ്റ്റേ ചെയ്തിട്ട് അടുത്ത ദിവസമുള്ള യാത്രയ്ക്ക് വേണ്ട തയ്യാറെടുപ്പ് എടുത്തു. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. അങ്ങനെ 4-ാം ദിവസം നമ്മൾ മധ്യപ്രദേശിൽ നിന്നും രാജസ്ഥാനിലെ ജയ്പൂരിലേക്കാണ് നമ്മൾ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ നോർമൽ ഹൈവേ നിന്നൊക്കെ യാത്ര ചെയ്തിട്ട് ജയ്പൂരിലേക്ക് പുതിയൊരു എക്സ്പ്രസ് ഹൈവേയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എക്സ്പ്രസ് ഹൈവേ മിക്കവാറും 150, 200, 300 കിലോമീറ്റർ വരെ നമുക്ക് ഒരേ സ്ട്രെച്ചിൽ യാത്ര ചെയ്യാൻ പറ്റും. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഫ്യൂൽ ഇൻഡിക്കേഷൻ പെട്ടെന്ന് വന്നു. ഫ്യൂൽ ഇൻഡിക്കേഷൻ വന്ന സമയത്ത് ഞാൻ നോക്കുന്ന സമയത്ത് 35 കിലോമീറ്റർ മാത്രമേ നമുക്ക് റേഞ്ച് കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്കൊരു ആശങ്കയായി. കാരണം 35 കിലോമീറ്ററിൽ നമുക്ക് ഇനി ഇടയിൽ പെട്രോൾ സ്റ്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വാഹനം റീഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ മുമ്പിൽ ഒരു വാഹനമുണ്ട് ജെസിക്കയുടെ, പുള്ളിയെ വിളിച്ച സമയത്ത് പറഞ്ഞു ഇനി ഒരു 10 കിലോമീറ്റർ ഓടിയ സമയത്ത് സൈൻ ബോർഡ് കാണുന്നുണ്ട് റെസ്റ്റ് ഏരിയൻ്റെ, അപ്പോൾ കുഴപ്പമില്ല നിങ്ങൾ മുന്നോട്ട് വന്നോളൂ എന്നാണ്. അങ്ങനെ ഞങ്ങൾ ആ ഒരു ധൈര്യത്തിൽ ഞങ്ങൾ വാഹനം മുന്നോട്ടെടുത്ത് പോയ സമയത്ത് ഞങ്ങൾ അതേ സൈൻ ബോർഡ് കണ്ടു. 10 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ഏരിയ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. അവിടെ നമുക്ക് ഫ്യൂൽ സ്റ്റേഷൻ്റെയും ഹോട്ടലിൻ്റെയും റെസ്റ്റോറൻറ്റും ഒക്കെ അവർ സിഗ്നലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതേ സ്ട്രക്ചറിൽ വണ്ടി എടുത്ത് പോയ സമയത്ത് നമ്മൾ ഈ റെസ്റ്റ് ഏരിയൻ്റെ ലെഫ്റ്റിലേക്ക് നമ്മൾ വാഹനം എടുത്ത സമയത്ത് ആണ് നമ്മൾ അബദ്ധം മനസ്സിലായത്. കാരണം ഇത് പുതിയ എക്സ്പ്രസ് ഹൈവേ ആയതുകൊണ്ട് അവിടെ ഒരു സൈൻ ബോർഡ് മാത്രമേ വെച്ചിട്ടുള്ളൂ. അവിടെ ഒറ്റ പെട്രോൾ പമ്പുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ഞങ്ങൾ വല്ലാതെ സ്റ്റക്കായി. കാരണം ഞങ്ങൾക്ക് ഇനി തിരിച്ചു പോകാനുള്ള വഴിയില്ല. കാരണം യൂട്ടേണും കാര്യങ്ങളൊക്കെ ഇനിയും മുന്നോട്ട് പോയാലേ ഉണ്ടാവുള്ളൂ. മുന്നോട്ട് നമുക്ക് എത്താനുള്ള അടുത്ത സ്റ്റേഷനിലേക്ക് എത്താനുള്ള നമുക്ക് ഫ്യൂല് നമ്മളെ വാഹനത്തിലില്ല. ഇതിൽ എന്ത് ചെയ്യുന്നുള്ള നമ്മൾ ആശങ്കയിൽ നിൽക്കുന്ന സമയത്ത് എന്തായാലും നമുക്ക് മുന്നോട്ട് പോകല്ലാതെ വേറെ രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ വാഹനം എന്തായാലും മുന്നോട്ടെടുത്തു. ജിജോയുടെ വാഹനം ഞങ്ങൾ പുറകിലാണുള്ളത്. ജിജോയെ ഫോണിൽ ബന്ധപ്പെട്ടു. ജിനോട് പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്, നമ്മളെ വണ്ടിക്കകത്ത് ഫ്യൂല് കുറവാണ്, അപ്പോൾ ഒരു കാരണവശാലും ഞങ്ങളെ വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് ഞങ്ങൾ പുറകിൽ തന്നെ വരാൻ പാടുള്ളൂ എന്നുള്ളത്. അങ്ങനെ നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ വാഹനം കുറച്ച് മുന്നോട്ട് പോയി. വാഹനം ഫ്യൂല് കഴിഞ്ഞു നിന്നു. നമ്മൾ ആ സമയത്ത് തന്നെ സേഫായിട്ടുള്ള നമ്മൾ എക്സ്പ്രസ് ഹൈവേൻ്റെ സൈഡിൽ വരുന്ന ട്രാക്കിൽ ഡബിൾ ഇൻഡിക്കേറ്റർ ഇട്ട് വാഹനം നിർത്തി. അങ്ങനെ ജിജോ ഞങ്ങളെ കൂടെ കുറച്ച് സമയം കഴിഞ്ഞ് വന്ന സമയത്ത് നമ്മൾ വാഹനങ്ങളൊക്കെ ജെറി ക്യാനുകളുണ്ട്. പക്ഷേ ഈ ഒരു
നമുക്കത് ഈ നമ്മളെ ഹിമാചലിൽ മാത്രമേ നമുക്ക് ആവശ്യം ഉണ്ടാവും എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനകത്ത് നമ്മൾ റീഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ പെട്ടു എന്ന് മനസ്സിലായ സമയത്ത് നമ്മൾ ഹൈവേയുടെ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ചു. നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അവർ ഷെയർ ചെയ്തു. ഒരു 10 മിനിറ്റിനകത്ത് ഹൈവേയുടെ വാഹനം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് വന്നു. നമ്മളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമ്മൾ ഫ്യൂവൽ ഡ്രൈ ഔട്ടായിട്ട് നിൽക്കുകയാണ്, ഞങ്ങൾക്ക് ഫ്യൂവൽ എത്തിക്കണം, അല്ലെങ്കിൽ ഞങ്ങളെ അടുത്തുള്ള ഫ്യൂവൽ സ്റ്റേഷനിൽ എത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സമയത്ത് അവർ പറഞ്ഞു മെക്കാനിക്കൽ എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളുണ്ടെങ്കിൽ അടുത്ത് ഗ്യാരേജ് ഉണ്ട്, ഞങ്ങൾ വണ്ടി ടോ ചെയ്തിട്ട് എത്തിക്കാം. പക്ഷേ ഫ്യൂവൽ സ്റ്റേഷൻ ഇനി അടുത്തത് വരുന്നത് 30 കിലോമീറ്റർ ഹൈവേയിൽ പോയി നമ്മളത് സർവീസ് റോഡിൽ എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും ഒരു 4 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ മാത്രമേ ഫ്യൂൽ സ്റ്റേഷനുള്ളൂ. അത് നമ്മൾ ഇവിടുന്ന് 35 കിലോമീറ്റർ ഇനിയും വൺ സൈഡ് ഓടണം. അവർ ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി. അവർ അതും പറഞ്ഞ് അവർ വാഹനം എടുത്തുകൊണ്ട് പോയി. നമുക്ക് മുന്നിലൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് വണ്ടി വേണമെങ്കിൽ ടോ ചെയ്തിട്ട് കൊണ്ടുപോകാം. പക്ഷേ എക്സ്പ്രസ് ഹൈവേയിൽ നമ്മൾ പ്രൈവറ്റ് വാഹനങ്ങൾ ടോ ചെയ്യുന്നത് ഒഫൻസ് ആണെന്നുള്ളത് എനിക്കറിയാം. നമുക്ക് മുന്നോട്ട് പോകണം, എന്തായാലും നമ്മൾ റിസ്ക് എടുക്കാൻ വിചാരിച്ചു. നമുക്ക് എന്താണ് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ നമ്മൾ വണ്ടി ടോ ചെയ്തിട്ട് കൊണ്ടുപോകാന്നുള്ള പ്ലാനിങ് തന്നെ ഉറച്ചു നിന്നു. അങ്ങനെ ജിജോയുടെ വാഹനത്തിന് നമ്മളെ വാഹനം കൂടെ നമ്മളൊരു റോപ്പ് വെച്ചിട്ട് ടോ ചെയ്തു. വണ്ടി നമ്മൾ പെട്രോൾ സ്റ്റേഷൻ ലക്ഷ്യമാക്കിയിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഏകദേശം ഒരു 30 കിലോമീറ്റർ എത്തുന്ന സമയത്ത് നമ്മളെ വണ്ടി സ്റ്റാർട്ടിങ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫോൺ ലൈവിലായിട്ട് നമ്മൾ ഏകദേശം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ പോകുന്ന സാഹചര്യത്തിൽ വണ്ടി സ്ലോ ആവുകയും നമ്മൾ ഈ റോപ്പ് ടയറിനടിപ്പെട്ട് റോപ്പ് കട്ടായിപ്പോയി. വീണ്ടും നമ്മൾ അടുത്ത പ്രതിസന്ധിയിലേക്ക്, നമ്മൾ പെട്രോൾ സ്റ്റേഷനിൽ ഇനിയും ദൂരം ഓടാനുണ്ട്. ഇനിയുള്ള ജിജോയുടെ കയ്യിൽ ഒരു അയൺ ഡ്രോപ്പ് ഉണ്ട്. ഈ അയൺ ഡ്രോപ്പ് വെച്ചിട്ട് നമ്മൾ വണ്ടി ടോ ചെയ്യാന്നുള്ളത് നോക്കി. അതിനകത്തൊരു ഹുക്ക് ഉണ്ടാവും. നമ്മൾ 2 വണ്ടികൾ തമ്മിൽ അയൺ ഡ്രോപ്പിൽ വെക്കാനുള്ള കണക്ട് ചെയ്യാനുള്ളൊരു ഹുക്ക് ഉണ്ടാവും. ഈ ഹുക്ക് നോക്കിയ സമയത്ത് നമ്മളെ വെഹിക്കിളിന് ജിംനിക്കകത്ത് ഇത് കയറുന്നുണ്ട്, പക്ഷെ ലോക്കാവുന്നില്ല. പക്ഷെ വണ്ടി സ്ലോനെസ് വീണ്ടും ഇത് തിരിച്ചു ഊരി പോരുന്നൊരവസ്ഥ. അങ്ങനെ ഈ അയൺ ഡ്രോപ്പ് നമ്മളൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ടൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ എപ്പോൾ വെഹിക്കിളിൽ ഒരു ഗ്യാപ്പ് വന്ന് ലൂസാവണം, ആ സമയത്ത് അയൺ ഡ്രോപ്പ് താഴെ വീഴും. ഇങ്ങനെ ഒരു 3-4 തവണ ഈ ഒരു 4 കിലോമീറ്ററിൻ്റെ ഇടയിൽ റോപ്പ് വരും, നമ്മൾ വീണ്ടും ലോക്ക് ചെയ്യും, വണ്ടി കൊണ്ടുപോകും. എന്നാൽ ആ റിസ്കിൻ്റെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പെട്രോൾ സ്റ്റേഷനിലെത്തി. നമ്മൾ 2 വണ്ടിയും നമ്മൾ വാഹനം പെട്രോളൊക്കെ ഫില്ല് ചെയ്തു, എല്ലാവരും ജെറി ക്യാനുകളും ഫില്ല് ചെയ്തു. കാരണം ഇനി അടുത്ത് നമ്മൾ പോകുന്ന സിറ്റുവേഷനിൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കാത്തതുകൊണ്ട് നമ്മൾ എന്താണ് പ്രിക്വറായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ നമ്മുടെ യാത്ര വീണ്ടും ജയ്പൂർ ലക്ഷ്യമാക്കിയിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ ഏകദേശം സമയം ഒരു 2 മണി ഏകദേശം സമയമായിട്ടുണ്ട്. നമ്മൾ രാവിലെ പുറപ്പെട്ടാണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല. ഈ ഒരു പ്രതിസന്ധിൻ്റെ ഇടയിൽ നമ്മൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ വിശപ്പിൻ്റെ അങ്ങേയറ്റം എത്തിയിരുന്നു. പക്ഷെ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ തന്നെയാണ്, ഹോട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ മുന്നിൽ ജിജോ വരെയൊക്കെ മുന്നിൽ പാസ് ചെയ്തു പോയി. ഞങ്ങൾ എന്തായാലും ഏറ്റവും പുറകിലാണ് ഞങ്ങളെ വണ്ടിയുമായിട്ട് പോകുന്നത്. ഈ സമയത്ത് ആഷിഖും പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, കാരണം ഇന്നലെ രാത്രി നമ്മൾ ഫുഡ് കഴിച്ചാണ്. ഈ സമയമായിട്ടും ഉണ്ടാകുമ്പോൾ നമുക്ക് ഗ്യാസ് ട്രബിളിൻ്റെ ഒക്കെ ഇഷ്യൂ വരും, നമുക്ക് യാത്ര ബുദ്ധിമുട്ടാകും, നമുക്ക് എന്തെങ്കിലും ഒരു ഫുഡ് നമ്മൾ കിട്ടുമെന്നുള്ളത് നമ്മൾ ശ്രമിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മൾ എക്സ്പ്രസ് ഹൈവേയുടെ ബാരിക്കേഡിന് അപ്പുറത്ത് ചെറിയ ഒരു തോട്ടാണ്, നമ്മളെ ഗോതമ്പ് അതുപോലെ കടുകൊക്കെ ഉണ്ടാക്കുന്ന ഒരു തോട്ടാണ്. അതിനകത്ത് ചെറിയ ഒരു പെട്ടിക്കട പോലെ ചെറിയൊരു ഷോപ്പ് കണ്ടു. ഞങ്ങൾ എന്തായാലും അവിടെ സൈഡാക്കി, എന്തെങ്കിലും നമുക്കൊരു സ്നാക്സോ കാര്യങ്ങളോ എന്തെങ്കിലും കിട്ടും എന്നുള്ള രീതിയിൽ. ഞങ്ങളവിടെ പോണ സമയത്ത് ഒരു ചെറിയ മിഠായും കുറച്ച് സാധനങ്ങളും അതുപോലെ ഈ ബജ്ജി മാത്രമുണ്ട്. ബജ്ജി പോലെ നമ്മളെ പൊക്കവട പോലെ ഉണ്ടാക്കുന്ന ഒരു തരം അവിടുത്തെ ഒരു ഫുഡ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അവരോട് ചോദിച്ചു, ഞങ്ങൾ രാവിലെ മുതൽ ഭക്ഷണം കഴിച്ചില്ല, അടുത്ത് എവിടെയാണ് ഹോട്ടലോ കാര്യങ്ങളോ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞു ഇനി ഒരുപാട് ദൂരം പോകണം, ഒരു ഹോട്ടലോ കാര്യങ്ങളോ നല്ലൊരു ഹോട്ടലോ കാര്യങ്ങളോ കിട്ടണമെന്നുണ്ടെങ്കിൽ. അവർ പറഞ്ഞു ഞങ്ങൾക്ക് കഴിക്കാനുള്ളൊരു ഭക്ഷണം ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഞങ്ങളൊരു ആലു പൊറോട്ടയാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇതിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഭക്ഷണങ്ങളൊക്കെ തരാമെന്നാണ്. ഞങ്ങൾക്കൊരു ആ സമയത്ത് വളരെ ഒരു സന്തോഷമാണ് ഉണ്ടായത്. കാരണം നമ്മൾ ഇത്രയും ദൂരത്തു നിന്ന് വന്നിട്ട്
നമ്മളിപ്പോൾ അറിയ പോലും ഇല്ലാത്ത ഒരാളുകൾക്ക് നമ്മൾ വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ യാത്രികർക്ക് നമ്മളൊരു ഭക്ഷണം തരാമെന്ന് പറഞ്ഞപ്പോൾ നമുക്കത് വലിയൊരു സന്തോഷമായിരുന്നു. എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഇത്രയും ടയേർഡ് ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ആവശ്യമായിരുന്നു. അങ്ങനെ അവരത് പ്രിപ്പയർ ചെയ്യണതും അത് അവരൊരു സ്റ്റൗവിൽ ചെറുതിൽ വെച്ച് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ചൂടോടെ ഒരു ഭക്ഷണം അവർ തന്നു. പ്ലേറ്റ് ഒന്നുമില്ല, നമുക്ക് കേൾക്കാനുള്ള പ്ലേറ്റ് ഒന്നുമില്ല. അത് അവിടുത്തെ ഒരു ലോക്കൽ പേപ്പറിൽ അവർ പോട്ടെയും അതിലേക്കുള്ള കുറച്ച് അവർ ഈ ബജിക്ക് വെച്ച ചമ്മന്തിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഭക്ഷണം തന്നു. പക്ഷെ അത്രയും വിശപ്പും അത്രയും ടയേർഡായതുകൊണ്ട് ആ ഒരു ഭക്ഷണത്തിന് വല്ലാത്തൊരു ടേസ്റ്റായിരുന്നു. അങ്ങനെ എന്തായാലും ഞങ്ങൾ യാത്ര അവരോട് ഒരുപാട് നന്ദിയും ഞങ്ങളെ കൊണ്ട് കഴിയുന്ന കുറച്ച് പൈസയൊക്കെ അവർ കൊടുത്തു. സന്തോഷത്തിന് മുകളിൽ അവർ വാങ്ങിക്കാൻ തയ്യാറായില്ല, പക്ഷേ ഞങ്ങളെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടെന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ ജയ്പൂരിലേക്ക് യാത്ര തിരിച്ചു. ഏകദേശം ഒരു 9 മണി ആയ സമയത്ത് നമ്മൾ ജയ്പൂരിലെത്തി. യാത്രയുടെ 5-ാമത്തെ ദിവസം നമ്മൾ ജയ്പൂരിൽ നിന്ന് ചണ്ഡീഗഡിലേക്കാണ് യാത്ര പ്ലാൻ ചെയ്തത്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ഒരു ഫ്യൂൽ സ്റ്റേഷനിൽ ഫ്യൂൽ അടിക്കാൻ കയറി. നമുക്ക് ആവശ്യത്തിനുള്ള ഫ്യൂൽ റിസർവ് ഉണ്ട്, എന്നാലും കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രയാസം ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ഫ്യൂൽ സ്റ്റേഷൻ ഫ്യൂൽ അടിച്ചു. പക്ഷെ അവിടുന്ന് എനിക്ക് വളരെ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടായി. നമ്മൾ അടിച്ച ഫ്യൂലിനെക്കാട്ടിയും 100 രൂപ അധികം അവിടുത്തെ ഫ്യൂൽ ബോയ് ചോദിച്ചു. ഞാൻ അവിടുത്തെ ഓഫീസിലെ കാര്യങ്ങളൊന്നും ആരും കണ്ടില്ല. ഞാൻ വളരെ ഒരു ഇമോഷണലായി പോയി. കാരണം ഞാൻ ഇതിന് പൈസ അധികം കൊടുക്കണം എന്നുള്ളത്. ഞാൻ അവരായിട്ട് കുറച്ച് തർക്കിക്കൊച്ചു വന്നു. പക്ഷെ അവൻ അത് ഈ ക്യാഷ് വേണമെന്ന് തന്നെ നിർബന്ധം പറഞ്ഞു. എന്താവശ്യത്തിനാണ് എനിക്കിന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ റോങ് ആവുന്നൊരു സാഹചര്യം വന്ന സമയത്ത് ആഷിഖ് എന്നെ പിടിച്ചു മാറ്റിയിട്ട് അവന് പൈസ അവൻ കൊടുത്തിട്ട് പറഞ്ഞ് നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോവാം, നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ, നമ്മൾ പോണ യാത്രകൾ വഴികൾ എന്തൊക്കെയാണെന്ന് അറിയില്ല, നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ യാത്രയെ പ്രതിസന്ധിയെ വല്ലാതെ അത് ബാധിക്കും എന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങൾ ക്യാഷ് കൊടുത്തിട്ട് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. കാരണം രാജസ്ഥാനിലെ ജയ്പൂരിൽ ഇന്നലെ നമ്മൾ വിശന്ന് വന്നപ്പോൾ നമുക്ക് ഭക്ഷണം തന്നു. അതേ സ്ഥലത്ത് നിന്ന് വളരെ മോശമായൊരു അനുഭവം ഉണ്ടായി. കാരണം ഒരേ സ്ഥലത്ത് ഇങ്ങനെ അനുഭവം ഉണ്ടായപ്പോൾ അത് വല്ലാത്തൊരു വിഷമം തന്നെ ഉണ്ടാക്കി. എന്തായാലും നമ്മളെ ലക്ഷ്യം ഹിമാചൽ ആയതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ട് നമ്മൾ ചണ്ഡീഗഡിലേക്ക് യാത്ര ലക്ഷ്യമാക്കി പോയി. അങ്ങനെ ചണ്ഡീഗഡിൽ നമുക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വലിയൊരു വിരുന്ന് നമുക്ക് അവിടെ കിട്ടി. നമ്മുടെ കൂടെയുള്ള ജിജോ ഒരു മെർച്ചൻ്റ് നേവിയാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ചണ്ഡീഗഡ് സ്വദേശിയാണ്. അങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്ന് ഹിമാചലിലേക്ക് ഒരു യാത്ര ബൈ റോഡ് വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ നമ്മളൊക്കെ കൂടെ ഉണ്ട് എന്നുള്ള മനസ്സിലാക്കിയിട്ട് അദ്ദേഹം ജിജുവിനെ വിളിക്കുകയും നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അവർ ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ വൈകുന്നേരത്തോട് കൂടിയിട്ട് നമ്മൾ ചണ്ഡീഗഡിലെത്തി. അവരെ വീട്ടിലേക്ക്, അവരൊരു ടൗണിനകത്ത് ഒരു ഫ്ലാറ്റിലാണ് അവർ താമസിക്കുന്നത്. അങ്ങനെ നമ്മൾ അവരെ വളരെ അവിടുത്തെ ഒരു ട്രഡീഷണൽ രീതിയിലാണ് നമ്മളെ വെൽക്കം ചെയ്തത്. നമ്മൾ വിളക്കൊക്കെ വെച്ച് നമ്മൾ പൂജിച്ച് ഓരോരുത്തർക്ക് നമുക്ക് മധുരം തന്ന് ഒരു പ്രത്യേക ഒരു കുറിയൊക്കെ നമ്മളെ നെറ്റിയിലൊക്കെ ചെയ്തു വന്ന് വളരെ നമ്മളെ ആദ്യത്തിൽ നമ്മൾ ആദ്യം കൊണ്ടുവന്നിരുത്തി. അത് കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ഒരുപാട് പലഹാരങ്ങൾ, ഒരുപാട് വിഭവങ്ങളൊക്കെ തന്ന് വളരെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് അന്ന് നമുക്കവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ പുറത്ത് അവർ അറേഞ്ച് ചെയ്ത് തന്നു. അങ്ങനെ വളരെ അനുഗ്രഹത്തോട് നമ്മളൊക്കെ ബ്ലെസ് ചെയ്തിട്ട് വിഷ് ചെയ്തിട്ട് ആ ഫാമിലി നമുക്കന്ന് നല്ലൊരു യാത്രയിൽ വന്നു. അതും ഈ യാത്രയിൽ മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. എന്തായാലും ആ ദിവസത്തെ യാത്ര നമ്മൾ വളരെ സേഫായിട്ട് ചണ്ഡീഗഡിൽ നമ്മുടെ യാത്ര അവസാനിച്ചു. അടുത്ത ദിവസം നമുക്ക് യാത്ര ചെയ്യാനുള്ളത് നമ്മൾ ഒരുപാട് ദിവസത്തെ എഫേർട്ടിലും ഒരു 6 മാസം പ്രിപ്പറേഷനിലൊക്കെ നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിട്ട് ആകാംക്ഷയോട് വേണ്ടിയിട്ട് ഹിമാചൽ കാണാൻ പോവാം. ഹിമാചലിലെ താഴ്വരകൾ കാണാം, മലകൾ കാണാം, മഞ്ഞ് കാണാം. അടുത്ത ദിവസത്തെ ഒരു യാത്ര സ്വപ്നം കണ്ട് ചണ്ഡീഗഡിൽ അന്നത്തെ രാത്രി ഞങ്ങളവിടെ യാത്ര അവസാനിപ്പിച്ചു.